നമസ്കാരം സുഹൃത്തുക്കളെ, വൺ ടച്ച് BSc യൂട്യൂബ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള ഭൂമിശാസ്ത്രത്തിലെ കേരള നദികൾ എന്ന സീരീസ് ആയിരുന്നു നമ്മൾ ചെയ്തു വന്നിരുന്നത്. കേരള നദികളുടെ അടിസ്ഥാന വിവരങ്ങൾ നമ്മൾ ചെയ്തു. അതിനുശേഷം കേരളത്തിലെ ഏറ്റവും നീളം കൂടിയായ പെരിയാറിന്റെ വീഡിയോ ചെയ്തു. ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഭാരതപ്പുഴയെ കുറിച്ചാണ്. നമുക്കറിയാം, ദീർഘിപ്പിക്കുന്നില്ല, ക്ലാസ്സിൽ തന്നെ കിടക്കാം. ആ ആദ്യത്തെ രണ്ട് വീഡിയോകൾ കൃത്യമായിട്ട് പഠിച്ച് സെറ്റായ ശേഷം മാത്രമേ ഈ വീഡിയോ നോക്കാവുള്ളൂ. അതാണ് നമ്മൾ സീരിയസ് ആയിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിരിക്കും ഇത്. പക്ഷേ ഇത് കംപ്ലീറ്റ്ലി ഭാരതപ്പുഴ മാത്രമേ ഉള്ളൂ. എന്നിരുന്നാലും ആ ഒരു വീഡിയോ കൂടി കണ്ട ശേഷം ഈ ഭാരതപ്പുഴയിലേക്ക് കിടക്കാം. നിങ്ങൾ കണ്ടാൽ മതി. ഓക്കെ, ദീർഘിപ്പിക്കുന്ന ക്ലാസ്സിലേക്ക് കിടക്കാം. നോക്കൂ, ഭാരതപ്പുഴ അറിയാം. നമുക്ക് കേരളത്തിലെ രണ്ടാമത്തെ നീളം കൂടിയ നദിയാണ് ഭാരതപ്പുഴ. ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത് ആനമലയിൽ നിന്നാണ്. ആ ഒരു ഫാക്റ്റാണ് നമുക്ക് ഓർത്ത് വെക്കുന്നത്. ആനമലയിൽ നിന്ന് പഠിക്കണം. ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത് ആനമലയിൽ നിന്നാണ്. ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത് ആനമലയിൽ നിന്നാണ്. ഇത് ഒരു മാർക്കാണ്. പല പ്രസ്താവന രൂപത്തിലും അല്ല, നേരിട്ട് ഒരു വൺ വേർഡ് ആയിട്ടൊക്കെ ഇത് ചോദിക്കാറുണ്ട്. ആനമല, അത് ഉത്ഭവിക്കുന്ന സ്ഥലം കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഉത്ഭവ സ്ഥാനം, അതേപോലെ തന്നെ പതനം. ഒരു നദി, അതിന്റെ ഉത്ഭവ സ്ഥാനം, അതിന്റെ നീളം, അതിന്റെ പോഷക നദികള്, അതിന്റെ പതനം ഒക്കെ കൃത്യമായിട്ട് നമുക്ക് എക്സാം ഓറിയന്റഡ് ഫാക്ടുകളാണ്. അത് കൃത്യമായിട്ട് പഠിച്ചു മാറ്റണം. ഓക്കെ, അപ്പൊ പറഞ്ഞു വരുന്നത് ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത് ആനമലയിൽ നിന്നാണ് എന്നൊരു ഫാക്ട് കൃത്യമായിട്ട് ഓർത്തു വെക്കുക. ആനമലയിൽ നിന്നാണ്. ഓക്കെ, ആനമലയിൽ നിന്നാണ് ഒരു മാർക്കാണ്. ഇനി അതിന്റെ നീളം പഠിച്ചാലോ? നമ്മള് ഭാരതപ്പുഴ മുന്നേ നമ്മൾ പെരിയാറിന്റെ നീളം പഠിച്ചു. പെരിയാർ 244 കിലോമീറ്റർ ആണ് കേരളത്തിലൂടെ ഒഴുകുന്നതൊക്കെ പഠിച്ചു. പക്ഷെ നമ്മൾ പെരിയാറ്, ഭാരതപ്പുഴ, ചാലിയാറ്, പമ്പ, മഞ്ചേശ്വരം, ബാക്കിയുള്ള നദികളൊക്കെ, നെയ്യാറ്, അതേപോലെ തന്നെ നദികളൊക്കെ പഠിച്ചു വരുന്ന സമയത്ത് നമുക്ക് പലപ്പോഴായിട്ടും നീളം, ഉത്ഭവസ്ഥാനം, പോഷക നദികളൊക്കെ പലപ്പോഴായിട്ടും കൺഫ്യൂഷൻ ആവാറുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് ഒരു മേജർ നദികൾ കൃത്യമായിട്ട് ഒരു 4 നീളം കൃത്യമായിട്ട് മക്കളെ പഠിച്ചു വെക്കണം. അതെന്തായാലും ഏതെങ്കിലും ഒരു എക്സാം, ഇനി വരാൻ പോകുന്ന ഏതെങ്കിലും ഒരു എക്സാമിനകത്ത് ചോദിക്കും. LGSൽ ഏതെങ്കിലും ഒരു എക്സാമിനും 10th പ്രിലിംസിനും അത് ഉറപ്പാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ, ഈ ബോർഡിലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചോളൂ. ഇതിൽ തന്നെ ഒന്ന് വെട്ടി കുറക്കാൻ ഇനിയില്ല. മാക്സിമം വെട്ടി കുറച്ചിട്ടാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ പറയുന്നത് കൃത്യമായിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ പഠിച്ചു മാറ്റുക. ശരി, അപ്പോൾ അതിന്റെ നീളം എന്ന് പറയുന്നത് 209 കിലോമീറ്റർ ആണ് കേരളത്തിൽ ഒഴുകുന്നത്. അപ്പം കേരളത്തിൽ ഒഴുകുന്ന നദികളിൽ സെക്കൻഡ് ലാർജസ്റ്റ്, അതായത് രണ്ടാമത്തെ നീളം കൂടിയത് രണ്ടാമത്തെ നദിയാണ് ഭാരതപ്പുഴ. നമ്മൾ പറഞ്ഞു, ഉത്ഭവിക്കുന്നത് ആനമലയിൽ നിന്നാണ്. അതിന് നീളം 209 കിലോമീറ്റർ ആണ്. നോക്കണേ, 209 കിലോമീറ്റർ, 209. അത് കൃത്യമായിട്ട് അങ്ങനെ പഠിക്കണം. റൗണ്ടായി തന്നെ പഠിക്കണം. അല്ലെങ്കിൽ 129 മൈൽ. അത് ഒരു എക്സെപ്ഷൻ കേസാണ്. ചിലപ്പം പ്രസ്താവന രൂപത്തിലൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഇതൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതും കൂടി ഓർത്തു വെക്കുക. ജസ്റ്റ് 129 പോസിറ്റീവ് സൈഡിൽ എഴുതി വെക്കുക. ശരി, ഇനി നോക്കേണ്ടത് ഭാരതപ്പുഴ പതിക്കുന്ന സ്ഥലം നമ്മൾ പറഞ്ഞു വരാം. ഭാരതപ്പുഴ പതിക്കുന്നത്, അതിനു മുന്നേ ഭാരതപ്പുഴ ഒഴുകുന്ന ജില്ലകൾ പറയാം. അതായത് ഭാരതപ്പുഴ പാലക്കാടിലൊഴുകി തൃശ്ശൂരിൽ വന്ന്, തൃശ്ശൂരിൽ നിന്ന് മലപ്പുറം കയറി, മലപ്പുറത്ത് നിന്ന് പൊന്നാനിയിൽ വെച്ചാണ് ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്നതെന്ന് കണ്ടിട്ട് ഓർത്തു വെക്കുക. നമ്മൾ പെരിയാർ പഠിക്കുന്ന സമയത്ത് പറഞ്ഞല്ലോ, ഇടുക്കി, എറണാകുളം ജില്ലയിൽ വന്ന് എറണാകുളം ജില്ലയിൽ വേമ്പനാട്ട് കായൽ പതിക്കുന്നു പറഞ്ഞല്ലോ, ഓർമ്മയില്ലേ? ഓക്കെ, ഇല്ലെങ്കിൽ ആ വീഡിയോ വന്ന് കണ്ടു നോക്കണേ. ശരി, അപ്പൊ നമ്മൾ ഈ ഭാരതപ്പുഴ എടുക്കുമ്പോൾ ഭാരതപ്പുഴ പാലക്കാട് നിന്ന് ഉത്ഭവിച്ച് അത് നേരെ പാലക്കാട് നിന്ന് വന്നു പാലക്കാട് നിന്ന് തൃശ്ശൂർ കയറി, തൃശ്ശൂർ മലപ്പുറം വന്ന് മലപ്പുറത്ത് പൊന്നാനിയിൽ വെച്ച് ഈ ഒരു അഴിമുഖത്ത് വെച്ച് അറബിക്കടലിൽ പതിക്കുന്നതാണ് അഴിമുഖം. അതായത് നദിയും കടലും ചേരുന്ന സന്ധിക്കുന്ന സ്ഥലമാണ് അഴിമുഖം എന്ന് പറയുന്നത്. ഈ അഴിമുഖത്ത് വെച്ച് എന്ത് ചെയ്യുന്നു? ഇതാണ് കടലെ. എന്റെ തൽക്കാലത്തിലേക്ക് ഒരു കടൽ, ഇത് കടൽ പോലെ ഇല്ല എന്നില്ല. ശരി, ഈ ഒരു ഭാഗത്ത് ഭാരതപ്പുഴ പതിക്കുന്നു. ആ ഒരു, അപ്പം ഇത് എവിടെയാണ്? ഇതാണ് ആനമല. ആനമല ഉത്ഭവിച്ച് പാലക്കാടിലൂടെ വന്ന് പാലക്കാട് നിന്ന് തൃശ്ശൂരിൽ കയറി, തൃശ്ശൂരിൽ നിന്ന് ഇവിടെ വന്നു മലപ്പുറം വന്നു, മലപ്പുറത്ത് പൊന്നാനിയിൽ വെച്ച്, പൊന്നാനി മത്സ്യബന്ധന തുറമുഖമുണ്ട് പൊന്നാനിയിൽ. ആ തുറമുഖത്തിനടുത്ത് അറബിക്കടലിൽ ഭാരതപ്പുഴ പതിക്കുന്നു. അപ്പൊ ഇതിന്റെ ഒരു ഫ്ലോ സെറ്റായില്ലേ? ആനമലയിൽ നിന്ന് ഉത്ഭവിച്ച് പാലക്കാട്, തൃശ്ശൂർ, മലപ്പുറം ജില്ലയിലൂടെ ഒഴുകി ഇവിടെ വന്നു മലപ്പുറം പൊന്നാനിയിൽ വെച്ച് അറബിക്കടലിൽ പതിക്കുന്നു. പഠിച്ചില്ലേ? സെറ്റല്ലേ? ശരി, ഇനിയിപ്പോ നമുക്ക് നോക്കേണ്ടത് ഭാരതപ്പുഴ ഒഴുകുന്ന ജില്ലകൾ നോക്കണം. അത് നിർബന്ധമായിട്ട് ചോദിക്കും. കാരണം പലപ്പോഴായിട്ടും ചുവടെ പറയുന്ന ഏതൊക്കെ ജില്ലകളിലൂടെയാണ് ഈ പറയുന്ന നദികൾ ഒഴുകുന്നത്, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ പലപ്പോഴായിട്ടും വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ ജില്ലകൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണേ. നമ്മൾ നോക്കേണ്ടത് ഭാരതപ്പുഴ ഒഴുകുന്ന ജില്ലകൾ നോക്കണം. ഇവിടെ ശ്രദ്ധിക്ക്. അതായത്
പുഴ ഒഴുകുന്ന ജില്ലകള് പാലക്കാട്, അത് കഴിഞ്ഞ് തൃശ്ശൂർ എടുക്കുക, തൃശ്ശൂർ, അത് കഴിഞ്ഞ് മലപ്പുറം, 3 ജില്ലകൾ. നിങ്ങളിത് കാണാൻ പറ്റുമല്ലോ, ഓക്കെ അല്ലേ? പാലക്കാട്, തൃശ്ശൂർ, മലപ്പുറം. ശരി. അപ്പം 3 ജില്ലകളിലൂടെ ഭാരതപ്പുഴ ഒഴുകുന്നുണ്ട്. പാലക്കാട്, തൃശ്ശൂർ, മലപ്പുറം 3 ജില്ലകളിലൂടെ ഭാരതപ്പുഴ ഒഴുകുന്നുണ്ട് എന്ന കാര്യം കൂടി ഫാക്ട് ഓർത്ത് വെക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞു ഭാരതപ്പുഴ ആനമലയിൽ നിന്ന് ഉത്ഭവിച്ച് ഇത് ആവർത്തിക്കുന്ന പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ ഇതിൽ ഈ വിഷയത്തിൽ പക്കയാണ്, നിങ്ങൾ സ്പീഡ് അടിച്ച് നോക്കിക്കോളൂ, എന്താണ് ഓടിച്ചു വിട്ടോളൂ. മറിച്ച് ഇതൊരു റിവിഷനായി കൂടി നിങ്ങൾക്ക് എന്താണ് ഉപകാരപ്രദമാകട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഞാൻ ആവർത്തിച്ച് പറയുന്നത്. അപ്പോൾ പാലക്കാട് ആനമലയിൽ നിന്ന് ഉത്ഭവിച്ച് പാലക്കാട്, തൃശ്ശൂർ, മലപ്പുറം ജില്ലയിൽ നിന്ന് പൊന്നാനിയിൽ വെച്ച് അറബിക്കടലിൽ പതിക്കുന്നു. സെറ്റാണ്. 209 കിലോമീറ്ററാണ് പഠിച്ചു വെച്ചു. പൊന്നാനിയിൽ വെച്ചാണ് പതിക്കുന്നതും കൂടി. പൊന്നാനിയിൽ വെച്ച് അറബിക്കടലിൽ പതിക്കുന്നു. സെറ്റല്ലേ? ഓക്കെ. ഇനി നമ്മൾ നോക്കേണ്ടത് ഇത് ആയിക്കട്ടെ. ശരി, പറഞ്ഞു എന്നെ കൂടെ ഒന്നുകൂടെ പറഞ്ഞ 3 ജില്ലകൾ പറഞ്ഞ പാലക്കാട്, തൃശ്ശൂർ, മലപ്പുറം. പാലക്കാട്, തൃശ്ശൂർ, മലപ്പുറം. സെറ്റല്ലേ? മറക്കില്ലല്ലോ. ഇനി അതിന്റെ നീളം 209 കിലോമീറ്റർ അല്ലെങ്കിൽ 129 മൈൽ. ഓക്കെ അല്ലേ? പഠിച്ചല്ലോ. ശരി, ആയിക്കട്ടെ. ഇനി നോക്കേണ്ടത് പറഞ്ഞു. ഇനി ഭാരതപ്പുഴ ഒഴുകുന്നത് ചിറ്റൂരിൽ വെച്ച്, പാലക്കാടിൽ ഒരു സ്ഥലമാണ് ചിറ്റൂരിൽ വെച്ച് ഈ പറയുന്ന ഭാരതപ്പുഴ അറിയപ്പെടുന്നത് ശോകനാശിനി പുഴയാണ്. മക്കളെ അതിനൊരു എന്താണ് കിട്ടിയില്ല പറഞ്ഞത്, ഒന്നുകൂടെ പറയാം. അതായത് ഭാരതപ്പുഴ ഒഴുകുന്ന ജില്ലകൾ പറഞ്ഞു, പാലക്കാട്, തൃശ്ശൂർ, മലപ്പുറം. ഈ പാലക്കാട് ജില്ലയിലെ ഒരു സ്ഥലമാണ് ചിറ്റൂർ. ഓക്കെ, നിങ്ങൾക്കറിയാം, ഓൾമോസ്റ്റ് അത് നിങ്ങൾ കേട്ട സ്ഥലമായിരിക്കും ചിറ്റൂർ എന്ന് പറയുന്നത്. പല അതിന് വിശേഷണമുണ്ട്, അതിലേക്ക് കടക്കുന്നില്ല, അത് പിന്നെ വീണ്ടും അങ്ങോട്ട് പോകേണ്ടി വരും. ശരി. അപ്പം ഈ ചിറ്റൂരിലെ ഭാരതപ്പുഴ അറിയപ്പെടുന്നത് ശോകനാശിനി പുഴ എന്നാണ്. കിട്ടിയോ? ചിറ്റൂർ എന്ന സ്ഥലത്ത് ഭാരതപ്പുഴ അറിയപ്പെടുന്നത് ശോകനാശിനി പുഴയാണ്. എന്താണ്? ഭരതൻ ശോകനാണ്. ഓക്കെ, പക്ക. ശരി, ഭരതൻ ശോകനാന്ന് ഓർത്തു വെച്ചോളൂ. അപ്പൊ കിട്ടും. ഭരതൻ ശോകനാണ്. ഭരതൻ വളരെ ശോകനാണ് ഗൈസ്, ശോകനാണ്. അപ്പം ഭാരതപ്പുഴ ചിറ്റൂരിൽ അറിയപ്പെടുന്നത് ശോകനാശിനി പുഴയാണ്. ഇവിടെ നോക്കൂ, ഈ ഭാരതപ്പുഴയെ ചിറ്റൂരിൽ ഒഴുകുന്ന ആ ഭാരതപ്പുഴയെ ശോകനാശിനി പുഴ എന്ന് വിളിച്ചതാരാ? നമ്മുടെ മലയാള ഭാഷയുടെ പിതാവായ ശ്രീ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് ഈ എന്താണ് ചിറ്റൂരിലെ ഭാരതപ്പുഴയെ വിളിച്ചത്. ചിറ്റൂരിലെ ഭാരതപ്പുഴയെ ശോകനാശിനി പുഴ എന്ന് വിളിച്ചത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എന്ന കാര്യം കൂടി ഓർത്തു വെക്കുക. നോക്കൂ, തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ ചിറ്റൂരിലെ ശോകനാശിനി പുഴയെ അങ്ങനെ വിളിച്ചത്. ഈ എന്താണ് ഭാരതപ്പുഴ ഒഴുകിയാണ്. ചിറ്റൂർ എന്ന സ്ഥലത്തിലൂടെ ഭാരതപ്പുഴ ഒഴുകിയാണ്. ഈ ഭാരതപ്പുഴ ചിറ്റൂർ ഒഴുകുന്ന സമയത്ത് ഈ ചിറ്റൂർ എന്ന സ്ഥലത്ത് ഭാരതപ്പുഴയെ വിളിച്ചത് എന്താണ്? ശോകനാശിനി പുഴ എന്നാണ്. അങ്ങനെ വിളിച്ചത് ആരാ മക്കളെ? നോക്കൂ, തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ മലയാള ഭാഷയുടെ പിതാവാണ്. ഓക്കെ, ഒരു മാർക്കാണ്. പ്രസ്താവന രൂപത്തിൽ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. എന്നാൽ നിങ്ങൾക്ക് ഇത് ഓർത്ത് വെക്കാൻ ഇങ്ങനെ പഠിച്ചോളൂ. ഭരതൻ ശോകനാണ് ഗൈസ്, ഭരതൻ വളരെ ശോകനാണ്. അതെന്താണ്? ഭാരതപ്പുഴ ചിറ്റൂരിൽ അറിയപ്പെടുന്നത് ശോകനാശിനി പുഴയാണ്. ഈ ശോകനാശിനി പുഴ ചിറ്റൂരിലെ ശോകനാശിനി പുഴ എന്ന് വിളിച്ചാരാ? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ്. ഓക്കെ, പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? ഇപ്പൊ തന്നെ സെറ്റാക്കി മാറ്റണം. ഇപ്പൊ നാളേക്ക് ഇല്ല, ഇപ്പൊ തന്നെ സെറ്റാക്കി വെക്കണം. നോക്കൂ, ഈ ചിറ്റൂർ പുഴ തന്നെയാണ് കണ്ണാടി പുഴ എന്ന് പറയുന്നത്. അപ്പം അതിലേക്ക് കടക്കാം. ഓക്കെ, അപ്പം സെറ്റായില്ലേ? ഈ പറയുന്ന ഇത്രയും സെറ്റായല്ലോ. ഓക്കെ അല്ലേ? ആയിക്കോട്ടെ. ഇനി നോക്കേണ്ടത് നമ്മൾ കുറച്ചും കൂടി ഒരു 4 നദിയെ കുറിച്ച് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അതായത് ഭാരതപ്പുഴയുടെ പോഷക നദികളാണ്. നമ്മൾ ഇത് തൽക്കാലത്തേക്ക് വെച്ചു. ആ ഒരു ഫേസ് കഴിഞ്ഞു. അതിന്റെ എന്താണ് നീളം, അതേപോലെ തന്നെ ചിറ്റൂരിൽ അറിയപ്പെടുന്ന സ്ഥലം, അതിന്റെ തുഞ്ചത്ത് രാമാനുജനെ പഠിക്കുന്നു. നീളം, ഉത്ഭവം, പതനം പറഞ്ഞു. ഇനി അതിന് പഠിക്കാൻ വേണ്ടി പോകുന്നത് അതിന്റെ പോഷക നദികളാണ്. ഓക്കെ, സെറ്റല്ലേ? പോഷക നദികൾ നോക്കൂ. ഗായത്രി പുഴ ഒരു പുഴയാണ്. ഗായത്രി പുഴ. തൂതപ്പുഴ ഒരു പോഷക നദിയാണ്. കണ്ണാടിപ്പുഴ ഭാരതപ്പുഴയുടെ ഒരു പോഷക നദിയാണ്. കൽപ്പാത്തിപ്പുഴ നമുക്കറിയാലോ. കൽപ്പാത്തിപ്പുഴ പാലക്കാടിലെ ഒരു കേരളത്തിൽ തന്നെ പ്രശസ്തമായ ഒരു ഉത്സവം കൂടിയാണ് കൽപ്പാത്തി രഥോത്സവം എന്ന് പറയുന്നത്. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇവിടേക്ക് വരാം. നമ്മുടെ വിഷയം നദികളാണ്. അപ്പോൾ ഗായത്രിപ്പുഴ, തൂതപ്പുഴ, അതേപോലെ തന്നെ കണ്ണാടിപ്പുഴ, കൽപ്പാത്തിപ്പുഴ 4 നദികളാണ് ഭാരതപ്പുഴയുടെ പോഷക നദികൾ. ഓക്കെ അല്ലേ? ഇതിനൊരു ഓർത്തു വെക്കാൻ ഇങ്ങനെ പഠിക്കാം നമുക്ക്. എന്താണ്? ഗായത്രിയുടെ കണ്ണാടി ദൂതൻ കൽപ്പാത്തിയിൽ ഒഴുക്കി വിട്ടു, അല്ലെങ്കിൽ കൽപ്പാത്തിയിലേക്ക് എറിഞ്ഞു പറയാറില്ലേ? ഗായത്രിയുടെ കണ്ണാടി എന്താണ്? ദൂതൻ അല്ലെങ്കിൽ ദൂതൻ ഗായത്രിയുടെ ദൂതൻ എന്താണ്?
കൽപ്പാത്തിയിൽ എറിഞ്ഞു, കൽപ്പാത്തി പുഴയിലേക്ക് എറിഞ്ഞു. സെറ്റല്ലേ? അങ്ങനെ ഓർത്ത് വെച്ചോളൂ. കാരണം നമുക്ക് പെരിയാറ്, ഭാരതപ്പുഴ, ചാലിയാറ്, പമ്പ ഇതൊക്കെ പോഷക നദികളൊക്കെ പഠിച്ചാവുന്നതിൽ കൺഫ്യൂഷൻ വരാതിരിക്കാനാണ് ഇങ്ങനെ പറയുന്നത്. ഓക്കെ, ശരി. അപ്പം ഗായത്രിപ്പുഴ, തൂതപ്പുഴ, കണ്ണാടിപ്പുഴ, കൽപ്പാത്തിപ്പുഴ. ഗായത്രിപ്പുഴ, തൂതപ്പുഴ, കൽപ്പാത്തിപ്പുഴ, കണ്ണാടിപ്പുഴ. ഗായത്രിയുടെ കണ്ണാടി തൂതൻ കൽപ്പാത്തിയിൽ എറിഞ്ഞു. സെറ്റല്ലേ? ശരി. അപ്പം 4 പോഷക നദികൾ പറഞ്ഞല്ലോ. സെറ്റല്ലേ? ഓക്കെ അല്ലേ? ഒന്നുകൂടെ. ഗായത്രിപ്പുഴ, തൂതപ്പുഴ, കണ്ണാടിപ്പുഴ, കൽപ്പാത്തിപ്പുഴ. ഗായത്രിയുടെ കണ്ണാടി ദൂതൻ കൽപ്പാത്തിയിൽ എറിഞ്ഞു. ഓക്കെ. ഇനി നോക്കേണ്ടത് ഈ ഭാരതപ്പുഴയുടെ ഒരു പോഷക നദിയാണ് ഏത്? ഗായത്രിപ്പുഴ. നമ്മൾ പറഞ്ഞു അല്ലെ, ഗായത്രിയുടെ കണ്ണാടി നേരത്തെ. ഈ ഗായത്രിപ്പുഴ തൃശ്ശൂരിൽ ഒരു സ്ഥലമാണ് മായന്നൂർ. തൃശ്ശൂരിൽ മായന്നൂരിൽ വെച്ചിട്ടാണ് ഭാരതപ്പുഴയോട് ചേരുന്നത്. ആ ഒരു കണ്ണിനെ കൂടി ഓർത്തു വെക്കുക. തൃശ്ശൂരിൽ മായന്നൂർ എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഭാരതപ്പുഴയിലേക്ക് ഏതാണ് ഗായത്രിപ്പുഴ ചേരുന്നത്. അങ്ങനെ അപ്പം അവിടെ തൃശ്ശൂരിലെ മായന്നൂരിൽ വെച്ചിട്ടാണ് ഗായത്രിപ്പുഴ ഭാരതപ്പുഴയോട് ചേരുന്നതെന്ന് ഫാക്റ്റും കൂടി ഓർത്തു വെക്കുക. അപ്പം തൃശ്ശൂരിലെ മായന്നൂർ എന്ന സ്ഥലത്ത് വെച്ച് ഭാരതപ്പുഴയുടെ പോഷക നദിയായ ഗായത്രിപ്പുഴ ഇതിലേക്ക് ചേരുന്നു. ഓക്കെ, ഇത് പഠിച്ചു വെച്ചു. അതേപോലെ തന്നെ ഭാരതപ്പുഴ മറ്റൊരു പോഷക നദിയാണ് കണ്ണാടിപ്പുഴ. നമ്മൾ നേരത്തെ പറഞ്ഞു ചിറ്റൂർ പുഴ എന്നറിയപ്പെടുന്ന നദിയാണ് കണ്ണാടിപ്പുഴ. ശോകനാശിനി പുഴ പറഞ്ഞല്ലോ. ശോകനാശിനി പുഴ എന്ന് വിളിച്ചത് ആരാണ്? പറഞ്ഞ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. ഗുഡ്. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. ഈ പറളി എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് കണ്ണാടിപ്പുഴ ഈ ഭാരതപ്പുഴയോട് ചേരുന്നത്. അപ്പൊ നമ്മൾ 2 സ്ഥലങ്ങൾ പറഞ്ഞു. ഇവിടെ മായന്നൂര്, തൃശ്ശൂരിലെ മായന്നൂർ എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഗായത്രിപ്പുഴ ഭാരതപ്പുഴയോട് ചേരുന്നത്. അതേപോലെ തന്നെ പറളിയിൽ വെച്ചിട്ടാണ് ഈ ഭാരതപ്പുഴയുടെ പോഷക നദിയായ കണ്ണാടിപ്പുഴ കണ്ണാടിപ്പുഴ ഭാരതപ്പുഴയോട് ചേരുന്ന എന്ന ഫാക്റ്റും കൂടി പഠിച്ചു വെക്കുക. സെറ്റല്ലേ? ശരി. അപ്പൊ 2 മാർക്കല്ലേ പ്രസ്ഥാന രൂപത്തിലൊക്കെ വരാൻ സാധ്യത ഉണ്ട്. അപ്പം മായന്നൂര്, പറളി 2 സ്ഥലങ്ങൾ. പിന്നെ നമ്മൾ അതിന്റെ ചിറ്റൂര് ശോകനാശിനി പുഴ എന്ന് വിളിച്ച് നമ്മൾ മറ്റൊരു ഫാക്റ്റാണ്. അപ്പം മായന്നൂരിൽ ഏതാണ് നദി പറഞ്ഞേ? തന്നെ ഗായത്രിപ്പുഴ. പറളിയിൽ ഏതാണ്? കണ്ണാടിപ്പുഴ. ഈ 2 ഫാക്റ്റും കൂടി കൺഫ്യൂഷൻ ആക്കല്ലേ? സെറ്റല്ലേ? ഇതുവരെ ഓക്കെ അല്ലേ? പോഷക നദികൾ പറഞ്ഞു, 2 നദികൾ ചേരുന്ന സ്ഥലങ്ങൾ പറഞ്ഞു, മായന്നൂരും അതേപോലെ തന്നെ ഏതാണ് പറളി 2 സ്ഥലങ്ങൾ. സെറ്റല്ലേ? ഓക്കെ. ഇനി നമ്മൾ നോക്കേണ്ടത് നമുക്കറിയാം കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട നിത്യഹരിത വനം, അതേപോലെ തന്നെ എന്താണ് സിംഹാല കുരങ്ങുകൾക്കൊക്കെ പ്രശസ്തി ആർജിച്ച സ്ഥലമാണ് സൈലന്റ് വാലി എന്ന് പറയുന്നത് അല്ലെ? സൈലന്റ് വാലി. ഈ സൈലന്റ് വാലിയിൽ നിന്ന് സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെയാ? പാലക്കാട് അല്ലെ? അപ്പൊ നിങ്ങൾക്ക് അത് പഠിക്കാൻ നമ്മൾ അതിനെ ക്ലാസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ദേശീയ അതുപോലെ തന്നെ ഈ സൈലന്റ് വാലി എന്താണ്? കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ദേശീയോദ്യാനം കൂടിയാണ്. നാഷണൽ പാർക്ക് അല്ലെ? നാഷണൽ പാർക്ക് ദേശീയോദ്യാനം കൂടിയാണ്. നാഷണൽ പാർക്ക് ദേശീയോദ്യാനം അല്ലെ? നാഷണൽ പാർക്ക്. നമുക്ക് അതിന്റെ ക്ലാസ് എടുക്കാം. വന്യജീവികളും ദേശീയോദ്യാനങ്ങൾക്ക് അതിനെ ക്ലാസ് എടുക്കുന്ന സമയത്ത് അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകാം. ശരി. അപ്പൊ നോക്കേണ്ടത് ഇവിടെ സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി എന്ന് ചോദിച്ചാൽ അത് പറയണം തൂതപ്പുഴ. ഓക്കെ. അപ്പം തൂതപ്പുഴയുടെ ഒരു ഉപനദിയാണ് കുന്തിപ്പുഴ എന്ന ഫാക്റ്റും കൂടി ഓർത്ത് വെക്കുക. അപ്പം പലപ്പോഴായിട്ടും നമുക്ക് കൺഫ്യൂഷൻ ആവുന്നത് സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് തൂതപ്പുഴ, സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയാണ് കുന്തിപ്പുഴ. ഇനി മാറിപ്പോവോ? ഇല്ല, സൈലന്റ് ആണ്. ദൂതൻ വളരെ സൈലന്റ് ആണ്. ദൂതൻ ആർക്കുണ്ട്? ഗായത്രിക്ക് ഒരു ദൂതനുണ്ട് അല്ലെ? ഗായത്രിയുടെ കാര്യങ്ങൾ പറയാൻ ഒരു ദൂതനുണ്ട്. ആ ദൂതൻ വളരെ സൈലന്റ് ആണ്. അപ്പോൾ അദ്ദേഹം വരുന്ന ഇവിടെ നിന്നാണ്? സൈലന്റ് വാലിയിൽ നിന്നാണ്. അപ്പോൾ അങ്ങനെ പഠിക്കുക. ഇനി ആ സൈലന്റ് വാലിയുടെ ഒഴുകുന്ന നദിയാണ് ഏതാ പറഞ്ഞേ? അതന്നെ ഏതാണ്? കുന്തിപ്പുഴ. ശരി. അപ്പം സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് തൂതപ്പുഴ, സൈലന്റ് വാലിയുടെ ഒഴുകുന്ന നദിയാണ് കുന്തിപ്പുഴ. അപ്പൊ നോക്കേണ്ടത് തൂതപ്പുഴയുടെ ഒരു ഉപനദിയാണ് കുന്തിപ്പുഴ എന്ന ഫാക്റ്റും കൂടി ഓർത്ത് വെക്കുക. ശരി. ഇതുവരെ ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? റിവിഷൻ നടത്തൂലേ? നിങ്ങൾ റിവിഷൻ നടത്തൂലേ? ഓക്കെ അല്ലേ? ശരി. മക്കളിത് നോക്കേണ്ടത് നമുക്കറിയാം തുള്ളൽ എന്താണ് കഥകൾ. ഇത് നമ്മുടെ കുഞ്ചൻ നമ്പ്യാരുണ്ടല്ലോ, ഓട്ടംതുള്ളലിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്ന കുഞ്ചൻ നമ്പ്യാർ. ഈ കുഞ്ചൻ നമ്പ്യാറിന്റെ ജന്മസ്ഥലമാണ് കിള്ളിക്കുറിശിമംഗലം എന്ന് പറയുന്നത്. ഈ കിള്ളിക്കുറിശിമംഗലം സ്ഥിതി ചെയ്യുന്നത് ഭാരതപ്പുഴയുടെ തീരത്തെന്ന സത്യം കൂടി പുറത്തു വെക്കുക.
അതായത് തുള്ളൽ കഥകളുടെ എന്താണ് തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ് ഈ പറയുന്ന കുഞ്ഞു നമ്പ്യാർ. തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ്, അതെ അല്ലേ? അതെ. കുഞ്ഞു നമ്പ്യാർ, ഈ അദ്ദേഹത്തിന്റെ ജന്മസ്ഥലമാണ് കിള്ളി കുരിശുമംഗലം. നോക്കൂ മക്കളെ, കിള്ളി കുരിശുമംഗലം ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത് കിള്ളി കുരിശുമംഗലം. കിള്ളി കുരിശിമംഗലം, കിള്ളിക്കുരിശിമംഗലം. ഈ കിള്ളിക്കുരിശിമംഗലം സ്ഥിതി ചെയ്യുന്നത് ഭാരതപ്പുഴയുടെ തീരത്ത് ആണെന്ന് എന്നാണ് ഫാക്ടും കൂടി പഠിച്ചു വെക്കുക. സെറ്റ് അല്ലേ? അപ്പം കുഞ്ഞു നമ്പ്യാർ റിലേറ്റഡ് ടു കിള്ളിക്കുരിശിമംഗലം. കിള്ളിക്കുരിശിമംഗലം ഈസ് ലൊക്കേറ്റഡ് ഇൻ എന്താണ് ഭാരതപ്പുഴയുടെ തീരത്താണ്. ആ ഒരു ഫാക്ടും കൂടി ഓർത്ത് വെക്കുക, മാറിപ്പോലല്ലോ. ശരി, ഇതുവരെ ഓക്കെ അല്ലേ? സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് തൂതപ്പുഴ. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയാണ് കുന്തിപ്പുഴ. തൂതപ്പുഴയുടെ ഉപനദിയാണ് കുന്തിപ്പുഴ. ഇതുവരെ ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ, അടുത്തിലേക്ക് പോകട്ടെ. ഓക്കെ, ശരി. നിങ്ങൾ തോന്നുന്നുണ്ട് പഠിക്കൂലേ? ശരി. ഇനി നമുക്ക് നോക്കേണ്ടത് മിനി പമ്പ. മക്കളെ, മിനി പമ്പ എന്നൊരു ഇത് ഫാക്ട് കേൾക്കുമ്പോൾ ഇനി പമ്പയിലേക്ക് പോകല്ലേ. ഇവിടെ മിനി പമ്പ എന്ന് പറയുന്നത് നമ്മുടെ ഭാരതപ്പുഴയുടെ തീരത്ത് കുറ്റിപ്പുറത്ത് സ്ഥാപിച്ച എന്താണ് ഒരു പ്രോജക്റ്റാണ് മിനി പമ്പ എന്ന് പറയുന്നത്. അതായത് ശബരിമലയിൽ നിന്ന് വരുന്ന തീർത്ഥാടകർ, ശബരിമലയിലേക്ക് പോകുന്ന തീർത്ഥാടകർക്ക് വിശ്രമിക്കാൻ വേണ്ടി പല നാട്ടിൽ നിന്ന്, കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും അതേപോലെ തന്നെ കർണാടകയിൽ നിന്ന് വരുന്ന ഭക്തജനങ്ങൾക്ക് വിശ്രമിക്കാൻ വേണ്ടി, യാത്ര മധ്യേ വിശ്രമിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ഭാരതപ്പുഴയുടെ മലപ്പുറത്ത്, ഭാരതപ്പുഴയുടെ തീരത്ത് കുറ്റിപ്പുറത്ത് വെച്ച്, മലപ്പുറത്ത് കുറ്റിപ്പുറത്ത് വെച്ച് ഭാരതപ്പുഴയുടെ തീരത്ത് അവർക്ക് വിശ്രമിക്കാൻ വേണ്ടി ഒരുക്കിയ ഒരു ഇടത്താവളമാണ്. ഇടത്താവളം മീൻസ് എന്താണ്? അങ്ങനെ നോക്കാം, ഇടത്താവളമാണ്. ഇടത്താവളം എവിടെയാണടാ? ഇടത്താവളം അറ്റ് കുറ്റിപ്പുറം. ഭാരതപ്പുഴ സ്ഥലമാണ് കുറ്റിപ്പുറത്ത് മലപ്പുറം ജില്ലയിലെ സ്ഥലമാണ് കുറ്റിപ്പുറം. ഈ കുറ്റിപ്പുറത്ത് സർക്കാർ നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് ഈ പറയുന്ന മിനി പമ്പ പ്രൊജക്ട്. പക്ഷെ ഇപ്പം അത് അത്രത്തോളം അത് സക്സസ്ഫുൾ ആയി പോകുന്നില്ല. അത് ഓക്കെ, നമുക്ക് അതിലേക്ക് പോകുന്നില്ല. അത് നമുക്ക് കറണ്ട് അഫയേഴ്സ് ആയിട്ട് നമുക്ക് അത് പിന്നീട് ചർച്ച ചെയ്യാം. ശരി, അപ്പൊ കുറ്റിപ്പുറത്താണ് ഈ പറയുന്ന മിനി പമ്പ പദ്ധതി സർക്കാർ നടപ്പിലാക്കിയ കണ്ടന്റ് കൂടി ഓർത്തു വെക്കുക. അപ്പൊ പലപ്പോഴായിട്ട് മിനി പമ്പ എന്ന് കേൾക്കുമ്പോൾ പമ്പ നദിയിലേക്ക് ഓടല്ലേ? ഓക്കെ, മിനി പമ്പ പ്രോജക്ട് നടപ്പിലാക്കിയിട്ടുള്ളത് ഭാരതപ്പുഴയുടെ തീരത്ത്, അതായത് കുറ്റിപ്പുറത്ത് വെച്ചിട്ടാണ് എന്ന കണ്ടന്റ് കൂടി ഓർത്തു വെക്കുക. ഓക്കെ, സെറ്റ് അല്ലേ? ഇത് ഓക്കെ അല്ലേ? കൺഫ്യൂഷൻ ആവില്ലല്ലോ. മിനി പമ്പ എന്ന് പറയുമ്പോൾ പമ്പ നദിയിലേക്ക് ഓടല്ലേ? അത് ഭാരതപ്പുഴയുടെ തീരത്താണ് എന്ന കണ്ടന്റ് ഓർത്തു വെക്കുക. ഭാരതപ്പുഴയുടെ തീരത്ത് എവിടെയാണ്? മലപ്പുറം ജില്ലയിൽ കുറ്റിപ്പുറാണ്. കുറ്റിപ്പുറത്ത്. ശരി, ഇതൊക്കെ അല്ലേ? ഇനി ഉരുക്ക് തടയണ. കേരളത്തിലെ ആദ്യമായിട്ട് ഒരു ഉരുക്ക് തടയണ നിർമ്മിച്ചിരിക്കുന്നത് ഭാരതപ്പുഴ നദിയിലാണെന്നൊക്കെ ഫാക്ട് കൂടി ഓർത്തു വെക്കുക. കേരളത്തിൽ ആദ്യമായിട്ട് ഒരു ഉരുക്ക് തടയണ ഉരുക്ക് തടയണ നിർമ്മിച്ചിരിക്കുന്നത് ഭാരതപ്പുഴയുടെ തീരത്ത് ആണ്. ഭാരതപ്പുഴയിലാണെന്ന ഫാക്ടും കൂടി ഈ സമയം പഠിച്ചു വെക്കുക. ഓക്കെ, അത് ഒരു ഫാക്ടായിട്ട് എടുത്തു വെക്കുക. ഇനി നോക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് നല്ലൊരു ഫാക്ടായിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്, നമുക്കറിയാം നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജി, അതേപോലെ തന്നെ പ്രധാനമന്ത്രിമാരായ നമുക്ക് നെഹ്റു, ജവഹർലാൽ നെഹ്റു, ലാൽ ബഹദൂർ ശാസ്ത്രി, LBS, ലാൽ ബഹദൂർ ശാസ്ത്രി. ഓക്കെ, നിങ്ങൾക്കറിയാം LBS, അതുകൊണ്ടാണ് ഞാൻ മുഴുവനായിട്ട് എഴുതാത്തത്. ലാൽ ബഹദൂർ ശാസ്ത്രി, LBS, ലാൽ ബഹദൂർ ശാസ്ത്രി, ജവഹർലാൽ നെഹ്റു, മഹാത്മാഗാന്ധിജി അവരുടെയൊക്കെ ചിതാഭസ്മം നിമജ്ജനം ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ഭാരതപ്പുഴ നദിയിലാണ്. എവിടെ? ഭാരതപ്പുഴ നദിയിൽ എവിടെയാണ്? തിരുനാവായ, മലപ്പുറത്ത് തിരുനാവായ, കുറ്റിപ്പുറത്തിനടുത്ത് തിരുനാവായയിൽ വെച്ചിട്ടാണ് ഇത് നിമജ്ജനം ചെയ്തിരിക്കുന്ന കണ്ടന്റും കൂടി ഫാക്ട് ഓർത്ത് വെക്കുക. പിന്നെ നമുക്കറിയാം ഈ മാമാങ്കം നടക്കുന്നതൊക്കെ ഈ തിരുനാവായയിലാണ്. അറിയാലോ, മാമാങ്കം 29 ദിവസത്തെ ഒരു ഉത്സവം കൂടിയാണ് മാമാങ്കം. അപ്പം ഈ മാമാങ്കം നടക്കുന്നതൊക്കെ അതൊരു പ്രധാനപ്പെട്ട നദിയാണ്. മാമാങ്കം നടത്തൊരു തീവയ്ക്കും കൂടിയാണ്. മാമാങ്കം നടന്നിരുന്നത് ഏത് നദിയുടെ തീരത്താണ് വെച്ചാൽ അത് അറിയാം. നമുക്ക് ഈ റീസെന്റ് ആയിട്ട് നടന്നിരുന്നു. അത് CA ഫാക്ട് നമുക്ക് പിന്നീട് പറയാം. അപ്പം ആ മാമാങ്കമൊക്കെ ആഘോഷങ്ങൾ നടക്കുന്നത് ഭാരതപ്പുഴയുടെ തീരത്താണ് എന്ന ഫാക്ടും കൂടി ഓർത്തു വെക്കുക. ഓക്കെ, ശരി. തിരുനാവായ പറഞ്ഞു, മഞ്ചേരി സ്ഥലം. പിന്നെ നോക്കേണ്ടത് അതെ, മാമാങ്കം ഓർത്തു വെക്കുക. മാമാങ്കം എവിടെയാണ്? ഈ ഭാരതപ്പുഴയുടെ തീരത്ത് വെച്ചിട്ടാണ് ഈ ഉത്സവങ്ങൾ നടന്നിരുന്നത്. അപ്പം ആദ്യമായിട്ട് AD
AD 829 ഈ ഉത്സവം തുടങ്ങുന്നത്. 820 തുടങ്ങുന്നത്. പിന്നീട് ആധുനിക മാമാങ്കം നടക്കുന്നത് 1999. 1999 ആധുനിക മാമാങ്കമൊക്കെ നടക്കുന്നത്. ഓക്കെ, ഇതൊരു ഫാക്റ്റാണ്. നമുക്ക് പിന്നെ കൂടാം. കേരള ഹിസ്റ്ററി നമുക്ക് പിന്നീട് എടുക്കാം. ശരി, ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. മാമാങ്കം നടന്നിരുന്ന ആഘോഷം നടന്നിരുന്ന ഉത്സവം നടന്നിരുന്നത് ഭാരതപ്പുഴയുടെ തീരത്ത് ആണ് എന്ന ഫാക്ട് ഓർത്തു വെക്കുക, പഠിച്ചു വെക്കുക. സെറ്റ് അല്ലേ? ഇതുവരെ ഓക്കെ അല്ലേ? നിങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടോ? ആവർത്തിക്കണോ? നിങ്ങൾ കൺഫ്യൂഷൻ നടത്തൂലേ? ശരി, ഞാൻ വീണ്ടും ആവർത്തിക്കുമ്പോൾ അത് വീണ്ടും ലെങ്ത് ആവും. അപ്പോൾ നിങ്ങൾക്ക് അത് ബോറടിക്കും. ഓക്കെ, വേണ്ടല്ലോ? ശരി, അപ്പോൾ ഇതൊക്കെ ഇതിരിക്കട്ടെ. ഇത് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. കിളികുറിശിമംഗലം ഇടത്താവളം ഏതാണ്? ഇതാണ്. മിനി പമ്പ പ്രോജക്റ്റ് ബന്ധപ്പെട്ടതാണ്. ഇത് നോക്കുന്ന നമുക്കറിയാം, നിളയുടെ 2 ഫാക്റ്റുകളുണ്ട്. നിളയുടെ കഥാകാരൻ ആരാ പറഞ്ഞേ? അതന്നെ, നിളയുടെ കഥാകാരൻ MT വാസുദേവൻ നായരാണ് അല്ലേ? റീസെൻ്റ് ആയിട്ട് എന്താണ് പത്മവിഭൂഷണൊക്കെ ലഭിച്ചു MT വാസുദേവൻ നായരും. നിളയുടെ എന്താണ് കവി എന്ന് അറിയപ്പെടുന്നത് P കുഞ്ഞിരാമൻ നായരാണ് അല്ലേ? കഥാകാരനും അത് 2 പ്രസ്താവനകൾ പലപ്പോഴായിട്ടും അല്ല ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. പ്രസ്താവന രൂപത്തിലും ഒക്കെ വന്നിട്ടുണ്ട്. എന്താണ് ചോദ്യം കാണുമ്പോൾ പലപ്പോഴായിട്ട് നമ്മൾ മാറാൻ സാധ്യതയൊക്കെ ഉണ്ട്. കവിയാണോ, കഥാകാരനാണോ, അങ്ങനെയൊക്കെ നോവലിസ്റ്റ് ആണോ, പലപ്പോഴായിട്ട് കൺഫ്യൂഷൻ ആകുന്നുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. നിളയുടെ കഥാകാരൻ എന്ന് പറയുന്നത് എഴുതണം മക്കളെ, എഴുതി കാണിക്കണം. നിളയുടെ കഥാകാരൻ MT വാസുദേവൻ നായർ. പിന്നെ നിളയുടെ കവി കുഞ്ഞിരാമൻ നായർ. നിളയുടെ കഥാകാരനും നിളയുടെ കവിയും മാറിപ്പോവല്ലേ. അതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് ഇപ്പോൾ ഓക്കെ സെറ്റാവും, ഓക്കെ സെറ്റ് നമുക്ക് തലയാട്ടും, റിവിഷൻ സെറ്റാവും. പക്ഷേ എക്സാം ഹാളിൽ ക്വസ്റ്റ്യൻ കാണുമ്പോൾ പലപ്പോഴായിട്ടും കൺഫ്യൂഷൻ ആകുന്ന സാധ്യതയൊക്കെ മുന്നേ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് സ്ട്രെസ് ചെയ്ത് പറയുന്നത്. ശരി, പിന്നെ നോക്കുന്നത് നമുക്കറിയാം, കേരളം കലാമണ്ഡലം ചെറുതുരുത്തി. കേരളം കലാമണ്ഡലം മറ്റൊരു ഫാക്ട് കൂടിയാണ്. കേരള കലാമണ്ഡലം ചെറുതുരുത്തി സ്ഥിതി ചെയ്യുന്നത് ഭാരതപ്പുഴയുടെ തീരത്താണ് എന്ന ഒരു ഫാക്ട് കൂടി ഓർത്തു നോക്കുക. അപ്പം ഇത്രയേ ഉള്ളൂ ഭാരതപ്പുഴയായിട്ട് റിലേറ്റഡ് ഫാക്ട്സ് എന്ന് പറയുന്നത്. ഒരു ഓൾ അബൌട്ട് ഭാരതപ്പുഴ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. PBIക്കും അതേപോലെ തന്നെ ഇനി എന്താ ഭാരതപ്പുഴയെ കുറിച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ LGS വേണ്ട കാര്യങ്ങളൊക്കെ ഈ ഒരു ബോർഡിൽ വൈറ്റ് ബോർഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാക്സിമം ഒരു ഒന്ന് ഓടിച്ച് പറയാം. ഓക്കെ, അതായത് ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത് കേരളത്തിലെ സെക്കൻഡ് ലാർജസ്റ്റ് എന്നാണ്, 2ാമത്തെ നീളം കൂടിയ സെക്കൻഡ് ലാർജസ്റ്റ് നീളത്തിൽ 2ാമത്തെ നദിയാണ്. നീളത്തിൽ 2ാമത്തെ നദിയാണ്. നീളത്തിൽ 2ാം സ്ഥാനത്തുള്ള നദിയാണ് ഭാരതപ്പുഴ. 209 കിലോമീറ്റർ നീളത്തിലാണ് കേരളത്തിലൂടെ ഒഴുകുന്നത്. അത് മൈൽ പറയുകയാണെങ്കിൽ 129 മൈൽ എന്ന് പറയുന്നു. ഉത്ഭവിക്കുന്നത് ആനമലയിൽ നിന്നാണ്, പതിക്കുന്നത് അറബിക്കടലിലാണ് പതിക്കുന്നത്. ഒഴുകുന്ന ജില്ലകൾ പാലക്കാട്, തൃശ്ശൂർ, മലപ്പുറത്ത് പൊന്നാനിയിൽ വെച്ച് അറബിക്കടലിൽ പതിക്കുന്നു. പൊന്നാനി മത്സ്യബന്ധന തുറമുഖമുണ്ട്, അവിടെയാണ് അറബിക്കടലിൽ പതിക്കുന്ന ഫാക്ട് കൂടി ഓർത്ത് നോക്കുക. അതേപോലെ തന്നെ ചിറ്റൂര്, പാലക്കാടിൽ ചിറ്റൂരിൽ ഈ ഭാരതപ്പുഴയെ അറിയപ്പെടുന്നത് ശോകനാശിനി പുഴയാണ്. ശോകനാശിനി പുഴ എന്ന് വിളിച്ചത് മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ്. അപ്പൊ നമ്മൾ നേരത്തെ കാര്യം പറഞ്ഞു, ഭരതൻ ശോകനാണ് എന്ന ഫാക്ടും കൂടി ആ ഒരു രസകരമായ ഒരു കോഡ് ഓർത്ത് വെക്കുക, കിട്ടും. ശരി, ഇനി പറയുന്നത് ഭാരതപ്പുഴയുടെ പോഷക നദികൾ പറഞ്ഞു. ഗായത്രിപ്പുഴ, തൂതപ്പുഴ, കണ്ണാടിപ്പുഴ, കൽപ്പാത്തിപ്പുഴ. ഗായത്രിപ്പുഴ, തൂതപ്പുഴ, കണ്ണാടിപ്പുഴ, കൽപ്പാത്തിപ്പുഴ. ഗായത്രിയുടെ കണ്ണാടി, ദൂതൻ കൽപ്പാത്തിയിൽ എറിഞ്ഞു എന്ന ഫാക്ടും കൂടി ആ ഒരു കോഡും കൂടി രസകരമായ ഫാക്ടും കൂടി ഓർത്ത് വെക്കുക. ശരി, പിന്നെ തൃശ്ശൂരിൽ മായന്നൂരിൽ വെച്ചിട്ട് ഭാരതപ്പുഴയുടെ ഒരു പോഷക നദിയാണ് ഗായത്രിപ്പുഴ. ഈ തൃശ്ശൂർ ജില്ലയിൽ മായന്നൂർ എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഗായത്രിപ്പുഴ ഭാരതപ്പുഴയായിട്ട് ചേരുന്നത്. അതേപോലെ തന്നെ ഈ പറളിയിൽ വെച്ചിട്ടാണ് ഭാരതപ്പുഴയുടെ മറ്റൊരു പോഷക നദിയായ കണ്ണാടിപ്പുഴ ഈ ഭാരതപ്പുഴയോട് ചേരുന്നത്. ഈ കണ്ണാടിപ്പുഴ തന്നെയാണ് ചിറ്റൂർ പുഴ, ശോകനാശിനി പുഴ എന്നൊക്കെ അറിയപ്പെടുന്ന നദി എന്ന് കൂടി ഓർത്തു വെക്കുക.
ശരി. അതേപോലെ തന്നെ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ദേശീയോദ്യാനം കൂടിയാണ്, നാഷണൽ പാർക്കാണ് സൈലന്റ് വാലി. നിത്യഹരിത വനം കൂടി, അതുപോലെ തന്നെ സിംഹവാലൻ കുരുങ്ങൾക്ക് സ്ഥലം എന്നാണ് സൈലന്റ് വാലി. ഈ സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് തൂതപ്പുഴ. തൂതപ്പുഴ ഭാരതപ്പുഴയുടെ പോഷക നദിയാണ്. ഈ തൂതപ്പുഴയുടെ ഉപനദിയാണ് കുന്തിപ്പുഴ. തൂതപ്പുഴയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് തൂതപ്പുഴയും. അതേപോലെ തന്നെ സൈലന്റ് വാലിയുടെ ഒഴുകുന്ന നദിയാണ് കുന്തിപ്പുഴ എന്ന ഫാക്ടും കൂടി പഠിച്ചു വെക്കുക. അതേപോലെ തന്നെ കുഞ്ഞുനമ്പ്യാരുണ്ടല്ലോ, അതായത് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലമാണ് കിള്ളികുറിശിമംഗലം. കിള്ളികുറിശിമംഗലം സ്ഥിതി ചെയ്യുന്നത്, കിള്ളികുറിശിമംഗലം എന്ന സ്ഥലം ഉള്ളത് ഭാരതപ്പുഴയുടെ തീരത്താണ്. കിള്ളികുറിശിമംഗലം എന്ന സ്ഥലം ഉള്ളത് ഭാരതപ്പുഴയുടെ തീരത്താണെന്ന് കൂടി ഫാക്ട് ഓർത്ത് വെക്കുക. അതേപോലെ തന്നെ കേരളത്തിലാദ്യമായിട്ട് ഉരുക്കുതടയണ നിർമ്മിച്ചിരിക്കുന്നത് ഭാരതപ്പുഴയുടെ നദിയിലാണ് എന്ന ഫാക്ട് കൂടി ഓർത്ത് വെക്കുക. അതേപോലെ തന്നെ ഭാരതത്തിന്റെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി, അതേപോലെ തന്നെ പ്രധാനമന്ത്രിമാരായ ലാൽ ബഹദൂർ ശാസ്ത്രി, ജവഹർലാൽ നെഹ്റു, അവരുടെയൊക്കെ ചിതാഭസ്മം നിമജ്ജനം ചെയ്തിരിക്കുന്നത് ഭാരതപ്പുഴ നദിയിലാണ്. ഇവിടെ വെച്ച് തിരുനാവായയിൽ വെച്ചിട്ടാണ്. അതേപോലെ തന്നെ എന്താണ് ഈ മിനി പമ്പ, അതായത് ശബരിമലയിലേക്ക് പോകുന്ന ഭക്തജനങ്ങൾക്ക് ശ്രമിക്കാൻ വേണ്ടി ഇടത്താളം വെള്ളം ഒരുക്കിയ എന്നാണ് സർക്കാർ പദ്ധതിയാണ് മിനി പമ്പ. മിനി പമ്പ ഉള്ളത് കുറ്റിപ്പുറം വെച്ചിട്ടാണ്, മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറത്താണുള്ളത്. കുറ്റിപ്പുറം ഏതാണ് ഭാരതപ്പുഴയുടെ തീരത്താണ് എന്നാണ് കുറ്റിപ്പുറം ഉള്ളത് ഭാരതപ്പുഴയുടെ തീരത്താണ് കൂടി ഫാക്ട് ഓർത്ത് വെക്കുക. അതേപോലെ തന്നെ മാമാങ്കം എന്ന ഉത്സവം നടക്കുന്നത് ഭാരതപ്പുഴയുടെ തീരത്താണ്. AD 829 ആദ്യമായിട്ട് മാമാങ്കം നടക്കുന്നത്. പിന്നെ ആധുനിക മാമാങ്കം 1999 ആധുനിക മാമാങ്ക ഉത്സവം നടന്നു. ഒക്കെ നടക്കുന്നത് ഇവിടെ, ഈ മാമാങ്ക ഉത്സവമൊക്കെ നടക്കുന്നത് ഭാരതപ്പുഴയുടെ തീരത്താണ് എന്ന ഫാക്ടും കൂടി ഓർത്ത് വെക്കുക. അതേപോലെ തന്നെ നിലയുടെ കഥാകാരനാണ് MT വാസുദേവൻ നായർ, നിലയുടെ കവിയാണ് P കുഞ്ഞിരാമൻ നായർ എന്ന ഫാക്ടും കൂടി ഓർത്ത് വെക്കുക, കൺഫ്യൂഷൻ ആക്കല്ലേ. അതേപോലെ തന്നെ കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് ചെറുതുരുത്തി സ്ഥിതി ചെയ്യുന്നത് കേരള കലാമണ്ഡലമാണ് ചെറുതുരുത്തി സ്ഥിതി ചെയ്യുന്നത് ഭാരതപ്പുഴയുടെ തീരത്താണ് എന്ന കണ്ടന്റ് കൂടി ഓർത്ത് വെക്കുക. ഓൾ അബൌട്ട് ഭാരതപ്പുഴ ഈ ബോർഡിലുണ്ട്. ഇത് വളരെ മാക്സിമം LGSലേക്ക് വേണ്ട കണ്ടന്റ് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. മാക്സിമം അത് വീഡിയോ കാണുക, ഫാക്റ്റുകൾ കണക്ട് ചെയ്ത് പഠിക്കുക. നല്ല രീതിയിൽ ബെനിഫിറ്റ് ഉണ്ടാവട്ടെ. ഇതിലെന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം, ജെന്യുനായിട്ട് കമന്റ് ചെയ്യണം. എന്തെങ്കിലും പോരായ്മകൾ, സൗണ്ട്, അതേപോലെ തന്നെ ക്വാളിറ്റി, പ്രസന്റേഷൻ, വേ ഓഫ് പ്രസന്റേഷൻ എന്തെങ്കിലും എവരിത്തിങ് വിൽ ബി ഓക്കെ കമന്റ് ചെയ്യാം. നിങ്ങളെ കമന്റ് ആണ് ഇനിയുള്ള ഊർജ്ജം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഇതിന്റെ കണ്ടിന്യൂഷൻ പമ്പ നദി, ചാലിയാറ്, അടുത്ത നദികളുമായിട്ട് മറ്റൊരു ടോപ്പിക്കായിട്ട് വീണ്ടും വരാം. ബൈ ബൈ.